8ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയിൽ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഫോർമൽ ലെറ്റർ. 4 മാർക്കിനായിരിക്കും ചോദ്യം വരിക. ഈ 4 മാർക്കും കിട്ടണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് നോക്കേണ്ടത് ഇതിൻ്റെ ഫോർമാറ്റാണ്. ഫോർമാറ്റ് തെറ്റിച്ചാൽ 1 മാർക്ക് പോലും കിട്ടാൻ പോകുന്നില്ല. ഫോർമാറ്റ് മനസ്സിലാക്കാം. ആദ്യം എഴുതേണ്ടത് സെൻറ്റേഴ്സ് അഡ്രസ്സാണ്. അത് എഴുതുന്ന ആളുടെ അഡ്രസ്സ്. ഓക്കെ, ഫ്രം അഡ്രസ്സ് രാമേശ്വരം സ്കൂൾ, തമിഴ്നാട് സ്കൂൾ എന്നാണ് എഴുതുന്നെങ്കിൽ അത് കൊടുത്താൽ മതി. ഡേറ്റ് ഇടയിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇടയിൽ നമ്മൾ ഡേറ്റ് ഇടുന്നു. റെസിപ്പിയൻസ് അതായത് ടു കിട്ടുന്ന ആളുടെ അഡ്രസ്സ്, ദ ഡിവിഷണൽ മാനേജർ സദേൺ റെയിൽവേക്കാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അവരുടെ അഡ്രസ്സ്. അപ്പോൾ ഫ്രം അഡ്രസ്സ് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, ടു അഡ്രസ്സ് എഴുതുന്നു. ഓക്കെ, പിന്നെ വേണ്ടത് സല്യൂട്ടേഷനാണ്. ഡിയർ സർ സ്ലാഷ് മാഡം. ഫോർമൽ ലെറ്റർ ആണ്, അപ്പോൾ ഫ്രണ്ടിനുള്ള അല്ല. അപ്പോൾ സർ ഓർ മാഡം ഒക്കെ ആയിരിക്കും ഉണ്ടാകും. നമുക്ക് ആരാന്ന് അറിയില്ലെങ്കിൽ സർ സ്ലാഷ് മാഡം എന്ന് എഴുതാം. സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് എഴുതുക, കുത്തുകുത്ത് എഴുതുക, ഒരൊറ്റ സെൻറ്റൻസിൽ സബ്ജക്റ്റ് എഴുതാം. റിക്വസ്റ്റ് ടു റീഇൻസ്റ്റേറ്റ് ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം ജംഗ്ഷൻ. മതി, അത്രേ ഉള്ളൂ. ഇൻട്രഡക്ഷൻ കൊടുക്കുക, നേരെ കാര്യം പറയുക. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നുള്ള കാര്യം പറയുക. ഐ എം അബ്ദുൽ കലാം, സ്റ്റുഡൻറ്റ് ഓഫ് രാമേശ്വരം സ്കൂൾ. ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ബ്രിങ് ടു യുവർ കൈൻഡ് അറ്റൻഷൻ ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ റിഗാർഡിംഗ് ദ റെയിൽവേ സർവീസസ് ഇൻ ആ റീജിയൻ. കാര്യം പറഞ്ഞു, ഇൻട്രഡക്ഷൻ ചെയ്തു. ഇനി പറയുക എന്താ പ്രശ്നം. ട്രെയിൻ സ്റ്റേഷൻ ഇവിടെ റദ്ദാക്കിയിട്ടുണ്ട്, അത് റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നല്ലേ. ആസ് യു മേ ബി അവെയർ, രാമേശ്വരം ഇസ് എ സ്മോൾ ഹിസ്റ്റോറിക്കൽ ടൗൺ റിച്ച് ഇൻ കൾച്ചറൽ ഹെറിറ്റേജ്. ദ ആബ്സെൻസ് ഓഫ് എ ട്രെയിൻ സ്റ്റോപ്പ് അവർ സ്റ്റേഷൻ ഇസ് എ കൺസേൺ ഫോർ മെനി റെസിഡൻസ് ആസ് ഇറ്റ് ലിമിറ്റ്സ് അവർ ആക്സസ് ടു ബ്ലാ 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 കുറേ കാര്യങ്ങളൊക്കെ പറയുക. ഇതിന് അവസാനം കൺക്ലൂഷൻ കൊടുക്കുക. സോ ഐ ഷാൽ ബി മച്ച് ഒബ്ലൈസ്ഡ് ഇഫ് യു കുഡ് കൺസിഡർ അവർ പ്ലീ ആൻഡ് റീഇൻസ്റ്റേറ്റ് ദ സ്റ്റേഷൻ. അപ്പോൾ അത് തീർന്ന ഭയങ്കര എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം. വളരെ സിമ്പിൾ ഭാഷയിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഈ ഭാഷയോ അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്തോ ഒന്നും അല്ല നിങ്ങളുടെ മാർക്കിന് തീരുമാനിക്കുക. ഒബ്വിയസ്ലി കുറച്ച് കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾ ഈ ഫോർമാറ്റ് ഇൻട്രഡക്ഷൻ, മെയിൻ കണ്ടന്റ്, കൺക്ലൂഷൻ. ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്താണെന്ന് പറയുക. മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് പറയുക. കൺക്ലൂഷൻ എന്ത് ചെയ്യുക, എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത്, ട്രെയിൻ സ്റ്റേഷൻ തിരിച്ചു കൊണ്ടുവരണം, അത് പറയാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അവസാനം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു കൊടുക്കുക, യോസ് ഫെയ്ത്ത്ഫുള്ളി കൊടുക്കുക. ഈ സാധനമൊന്നും വേണ്ട, നേരെ പേര് എഴുതി വെക്കുക, APJ അബ്ദുൽ കലാം. അപ്പോൾ താങ്ക് യു, യോസ് ഫെയ്ത്ത്ഫുള്ളി. യോസ് എന്ന് പറഞ്ഞാൽ അപ്പോസ്ട്രോഫി ഇല്ലാത്ത യുവാസ് ആണ്, വെറും യുവാസ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവാസ് ട്രൂലി ആണെന്ന് കുഴപ്പമില്ല, പേര് എഴുതി വെക്കുക. ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ പരീക്ഷയിൽ ഈ സാധനം വരുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും. ഒരു ചോദ്യം നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കാണിച്ച ചോദ്യമാണ് ഇവിടെ ഉള്ളത്. വേണമെന്ന് ചോദ്യം വായിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം, പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ളത്. ഇൻ ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, എ ലാൻഡ് സ്ലൈഡ് ബ്ലോക്സ് ദ റോഡ് ഫ്രം നെയിൻ ടു മസൂരി. നമുക്കറിയാം ലാൻഡ് സ്ലൈഡ് വന്നു. ഇമാജിൻ ദാറ്റ് മണി റൈറ്റ്സ് എ ഫോർമൽ ലെറ്റർ ടു ദി റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി റിക്വസ്റ്റിംഗ് ദം ടു ക്ലിയർ ദി റോഡ്. പ്രിപ്പയർ ദി ലെറ്റർ. ഒരു ഫോർമൽ ലെറ്റർ ആണ്, ഫ്രണ്ടിനെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ ഫോർമുല മനസ്സിലാക്കുക. ഫോർമുല വരുള്ളൂ, പേടിക്കണ്ട. എങ്ങനെ ലെറ്റർ ഉണ്ടാവുക? ഫസ്റ്റ് നമ്മുടെ അഡ്രസ്സ് എഴുതുക. എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. 10 നെഹ്റു മാർക്ക് നെയിൻ എഴുതി വെക്കുക. നെയിൻ എന്നുള്ള കാര്യമാണല്ലോ പറയുന്നത്, അപ്പോൾ അത് എഴുതി വെക്കുക. ഡേറ്റ് എഴുതുക 20 ജൂലൈ 2006. ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതി വെക്കുക. ടു അഡ്രസ്സ് എഴുതുക. അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. എന്താണ് പറഞ്ഞത്? റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആണല്ലോ. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, അല്ലെങ്കിൽ ഓഫീസർ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന് എഴുതാം. ഓക്കെ, മസൂരി ഉത്തരാഖണ്ഡ്. ഒരു അഡ്രസ്സ് എഴുതി വെക്കുക. അപ്പോൾ ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്സായി. നെക്സ്റ്റ് വേണ്ട എന്താണ്? ഡിയർ സാർ ഓർ മാഡം എന്നുള്ള കാര്യം അടുത്ത് വരിക. ഓക്കെ, ഇത് ചിലവർ ഇങ്ങനെ എഴുതാറുണ്ട്. സബ്ജക്റ്റ് ആദ്യം എഴുതി ഡിയർ സാർ മാഡം പിന്നെ എഴുതി. അത് ഓക്കെയാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഇത് പ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് എന്താണ് വേണ്ടത്? ഫസ്റ്റ് സല്യൂട്ടേഷൻ ആണ് വേണ്ടത്, പിന്നെയാണ് സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാണ് നല്ലത്. ആൻസർ പേപ്പറിൽ ആൻസർ കീലും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ ഡിയർ സാർ ഓർ മാഡം വരുന്നു, സല്യൂട്ടേഷൻ വരുന്നു, പിന്നെ സബ്ജക്റ്റ് കൊടുക്കുന്നു. റിക്വസ്റ്റ് ടു ക്ലിയർ ദി നെയിം മസൂരി റോഡ്. പിന്നെ നമ്മൾ പറഞ്ഞ ഫോർമാറ്റ് ഫോളോ ചെയ്യും. ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് കൊടുത്തത്. നിങ്ങൾ അത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം. ഫസ്റ്റ് ഇൻട്രഡക്ഷൻ, ഞാൻ ആരാണ്, ഐ എം മണി, റെസിഡൻറ്റ് ഓഫ് നെയിം, കുറച്ചും കൂടി കൊടുക്കാം. ഐ എം എ സ്റ്റുഡൻറ്റ്, എന്താണ് സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ, ഐ ട്രാവൽ റെഗുലർലി ഫ്രം നെയിൻ ടു മസൂരി എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇൻട്രഡക്ഷനായി 2-3 സെൻറ്റൻസ് ധാരാളം. പിന്നെ എന്താണ് കാര്യം പറയാം, മെയിൻ ബോഡി പറയാം. എന്താ പ്രശ്നം? മേജർ ലാൻഡ് സ്ലൈഡ് ഹാസ് ബ്ലോക്ക് ദ റോഡ് ടു മസൂരി. എർത്ത്, ട്രീസ് ആൻഡ് റോക്സ് ഹാവ് ഫോളൻ അക്രോസ് ദ റോഡ്. പാസഞ്ചേഴ്സ് ആൻഡ് വെഹിക്കിൾ കനോട്ട് കണ്ടിന്യൂ ദർ ജേർണി. എല്ലാവരും ട്രബിളിലാണ്, ആർക്കും മസൂരി എത്താൻ പറ്റുന്നില്ല, കുറേ പേര് തിരിച്ചു പോകാൻ. അങ്ങനെ കുറേ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം. മൊത്തത്തിൽ ഞാൻ ഇവിടെ സാമ്പിൾ കൊടുത്തുകൊണ്ട് ചെറുതായി കൊടുത്തു, നിങ്ങൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം. കുറേ പ്രശ്നമാണ്, കുറച്ച് ഇമാജിനേഷൻ ഒക്കെ ഉണ്ടായിക്കോട്ടെ. സ്കൂളിൽ പോകാൻ എന്താണ് പോകാൻ പോകുന്ന കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, യാത്ര ചെയ്യാൻ പറ്റില്ല. ഓൾസോ ഇനിയും ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഡേഞ്ചറസ് കുറച്ച് കൊടുക്കാം. അവസാനം കൺക്ലൂഷൻ അഥവാ റിക്വസ്റ്റ്, കൈൻഡ്ലി ക്ലിയർ ദ റോഡ് ആൻഡ് റിസ്റ്റോർ ട്രാഫിക് ആസ് സൂൺ ആസ് പോസിബിൾ. ഐ ഹോപ്പ് യു വിൽ ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. താങ്ക് യു, യോസ് ഫെയ്ത്ത്ഫുള്ളി മണി. ഈ കാര്യം നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ 4 മാർക്ക് പുഷ്പം പോലെ ഇങ്ങോട്ട് പോരും. ഇപ്പോൾ ഫോർമാറ്റ് ഓർത്ത് വെക്കാൻ മറക്കണ്ട.
ഈ ഒരു ഇൻട്രഡക്ഷൻ, മെയിൻ കൺക്ലൂഷൻ എന്നുള്ള ആ ഒരു സ്ട്രക്ചറും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫുള്ള് മാർക്ക് വാങ്ങിച്ച് ഇങ്ങോട്ട് പോരെ. ഓൾസോ നമ്മുടെ എക്സാമിനറുടെ ബാച്ചിലൊക്കെ പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. ആ ഓഫറൊക്കെ ഉപയോഗിച്ച് ജോയിൻ ചെയ്തോളാം. ഇനിയുള്ള ചാപ്റ്റേഴ്സൊക്കെ അടിപൊളി. ഇംഗ്ലീഷ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും, സയൻസ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എല്ലാത്തിനും ഡീറ്റെയിൽ ടോപ്പിക് ക്ലാസ് പ്ലസ് നമ്മുടെ ഓരോ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അടിപൊളി നമ്മുടെ ബാച്ചിൽ പഠിപ്പിച്ചു തരും. അങ്ങനെ പഠിച്ചാൽ ഇനിയുള്ള പരീക്ഷകളും ഇൻക്ലൂഡിങ് പബ്ലിക് എക്സാമും എളുപ്പത്തിൽ A+ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കാം, പൊളിക്കണം. ഇംഗ്ലീഷ് എക്സാമിന് ഈ ഒരു ഫോർമുല ലെറ്റർ വന്നാൽ തകർത്തേക്കണം.